നമ്മുടെ ചോദ്യം ഇതാണ്: രക്തസ്രാവമുള്ള സമയത്ത് ഒരു സ്ത്രീക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കുമോ? വിശുദ്ധ മർക്കോസ് 5-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ച് സുഖം പ്രാപിക്കുന്നതായിട്ടാണ്. 30-ാം തിരുവചനത്തെ കുറിച്ച് ചിന്തിച്ചാൽ, തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടതറിഞ്ഞ് യേശു തിരിഞ്ഞ് ജനത്തോട് ചോദിച്ചു. യേശുക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെടാൻ ആ സ്ത്രീയുടെ ആചാരപരമായ അശുദ്ധി ഒരു തടസ്സമായില്ല. ബോഡി തിയോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അവിടെ ഹ്യൂമൻ ബോഡി ഈസ് കൺസിഡേർഡ് ആസ് എ സൈറ്റ് ഓഫ് ഡിവൈൻ മീനിങ്, പ്രസൻസ് ആൻഡ് റെവലേഷൻ. അങ്ങനെ ചിന്തിക്കുമ്പോൾ എ വൂംബ് ഈസ് ദ അൾട്ടിമേറ്റ് എക്സ്പ്രഷൻ ഓഫ് ലവ് ആൻഡ് മെൻസ്ട്രേഷൻ ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് കണ്ടിന്യൂസ് ഹോപ്പ്. ഒരു ഗർഭപാത്രം ഒരു റീസണ് വേണ്ടി എപ്പോഴും ഇടമൊരുക്കുന്നു. ഒരു ഗർഭപാത്രം ഒരു റീസണ് വേണ്ടി സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ഒരു ഗർഭപാത്രം സ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ്. 1 കൊരിന്ത്യൻസ് 13:7 സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. ഗലാത്യൻസ് 5:22-23. ഇനി 3-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഡിഡാസ്കാലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സഭാപിതാക്കന്മാർ മെൻസ്ട്രേഷനെ പറ്റി എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വായിക്കാം. Now concerning the menstruous woman, O bishop, you shall not keep her away, nor exclude her from the church, nor call her unclean, for she has not sinned. If a woman considers herself unclean during the days of her menstruation, she questions the creation of God. For even the flow of blood comes from the order of the nature. You should not separate yourself from prayer or the Eucharist during this time. Now the answer is clear. Women are always welcome to worship.